ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് വരുന്നത്. തുംഗഭദ്ര ഡാമിൻ്റെ ഗേറ്റ് തകർന്നു. കർണാടക കൊപ്പൽ ജില്ലയിലാണ് ഡാം സ്ഥിതി ചെയ്യുന്നത്. തുംഗഭദ്ര ഡാമിൻ്റെ ഒരു ഗേറ്റാണ് തകർന്നത്. പൊട്ടിയ ഗേറ്റിലൂടെ 35,000 ക്യൂസെക്സ് വെള്ളം പുറത്തേക്ക് ഒഴുകി. ആകെ 35 ഗേറ്റുകളാണ് ഡാമിനുള്ളത്. ഡാം തകരുന്നത് ഒഴിവാക്കാൻ 35 ഗേറ്റുകളും തുറന്നിട്ടുണ്ട്. കർണാടക സർക്കാർ പ്രളയ മുന്നറിയിപ്പ് നൽകി. കൊപ്പൽ, വിജയനഗര, ബെല്ലാരി, റായ്പൂർ ജില്ലകളിൽ അധികൃതർ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. ശനിയാഴ്ച രാത്രിയാണ് ഡാമിൻ്റെ 19ാം ഗേറ്റിൽ തകരാറുണ്ടായത്. ഗേറ്റിലെ ചെങ്കല്ലുകൾ പൊട്ടുകയായിരുന്നു. പിന്നാലെ ഡാമിന് തകരാർ സംഭവിക്കാതിരിക്കാനാണ് മറ്റ് ഗേറ്റുകൾ ഉയർത്തിയത്. 60 TMC വെള്ളം ഒഴുക്കിക്കളഞ്ഞാലേ ഗേറ്റിലെ അറ്റകുറ്റപ്പണികൾ നടത്താനാവൂ. 1953 ഡാം കമ്മീഷൻ ചെയ്തത്. ആന്ധ്രയും തെലങ്കാനയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കർഷകർ ആശ്രയിക്കുന്നത് ഈ ഡാമിലെ വെള്ളത്തെയാണ്. പ്രദേശത്ത് കനത്ത മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തത്. തുടർന്ന് ഡാമിലേക്ക് അമിതമായി വെള്ളം എത്തിച്ചേർന്നു. ഇതാണ് ഡാമിൻ്റെ ഗേറ്റ് തകരാൻ കാരണം. പ്രധാന ഗേറ്റിൻ്റെ ചങ്ങലയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിനാൽ അറ്റകുറ്റപ്പണി വെല്ലുവിളിയാണ്. സ്ഥിതിഗതികൾ അധികൃതർ നിരീക്ഷിക്കുകയാണ്. കഴിഞ്ഞ 70 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. ഈ ഡാമിന് മലയാളികളുടെ ഉറക്കം കെടുത്തുന്ന മുല്ലപ്പെരിയാറുമായി ബന്ധമുണ്ട്. മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച രാജ്യത്തെ 2ാമത്തെ വലിയ ഡാമാണിത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളത്തിൽ നിന്നും വെള്ളത്തിന് ക്ഷാമമുള്ള മധുര, തേനി തുടങ്ങിയ തമിഴ് ഭാഗങ്ങളിലേക്ക് ജലസേചനത്തിനായി വെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചത്. ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്വ ഡാമുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാറിലേത്. നിർമ്മാണ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു മുല്ലപ്പെരിയാർ. സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ലോകത്ത് നിലവിലുള്ള ഏക അണക്കെട്ടെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടുകളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ. ഇത് തന്നെയാണ് കേരളത്തിന് ആശങ്കയുണ്ടാക്കുന്നതും. ഓരോ തവണ അണക്കെട്ട് പരമാവധി സംഭരണശേഷിയിലേക്ക് അടുക്കുമ്പോഴും അണ പൊട്ടുന്നത് കേരളത്തിൻ്റെ ആശങ്കയാണ്. 3 ഭ്രംശപാളികളുടെ സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാറിൽ സംഗമിക്കുന്ന ഏറ്റവും നീളം കൂടിയ ഭ്രംശപാളി കോഴിക്കോട്ട് നിന്നും ആരംഭിച്ച് പെരിയാറിൽ അവസാനിക്കുന്നതാണ്. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന തേക്കടി പ്രദേശം ഭൂകമ്പത്തിനിടയാക്കുന്ന ഭൂവിള്ളലുകൾ കടന്നുപോകുന്ന സ്ഥലമാണെന്ന് തിരുവനന്തപുരം ഭൗമ പഠന കേന്ദ്രം നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ കമ്പത്തു നിന്ന് ആരംഭിച്ച് മുല്ലപ്പെരിയാറിനടിയിലൂടെ പോകുന്ന കമ്പം വിള്ളൽ, പെരിയാർ വിള്ളൽ, ഇടമലയാർ, മാട്ടുപ്പെട്ടി എന്നിവ ഈരാറ്റുപേട്ട മേഖലയിലെ വിള്ളലുകളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അപകടാവസ്ഥ സൂചിപ്പിച്ച് UN സർവകലാശാലയുടെ കാനഡ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ എൻവയോൺമെൻറ്റ് ആൻഡ് ഹെൽത്ത് പഴക്കമേറുന്ന ജലസംഭരണികൾ ഉയർന്നുവരുന്ന ആഗോള ഭീഷണി എന്ന പേരിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ലോകത്തെ അപകടാവസ്ഥയിലുള്ള 6 വലിയ ഡാമുകളിലൊന്നായി മുല്ലപ്പെരിയാറിനെ വിശേഷിപ്പിക്കുന്നു. 50 വർഷത്തെ കാലാവധിയിട്ട് 1895 നിർമ്മിച്ച മുല്ലപ്പെരിയാർ ഡാം 125 വർഷത്തിന് ശേഷവും പ്രവർത്തിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. 2021 ജനുവരിയിലാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ ഡാമും ആശങ്കയായി ചർച്ചകളിൽ നിറയുന്നുണ്ട്. പിന്നാലെയാണ് തുംഗഭദ്ര ഡാമിൻ്റെ ഷട്ടർ തകർന്ന വാർത്ത എത്തുന്നത്.